സംസ്ഥാനത്ത് ഉഷ്ണതരംഗം തുടരുകയാണ്. പാലക്കാട് കൊടും ചൂടാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. വലിയ ചൂട് തുടരുകയാണ്. എന്താണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി പാലക്കാട് കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ഇപ്പോൾ ചൂട്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വെള്ളം കരുതാതെ ഒരു കാരണവശാലും പുറത്തു പോകാനാവാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, AC ഇല്ലാതെ, അതായത് എയർ കണ്ടീഷൻ ഇല്ലാതെ ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇടവിട്ട് വൈദ്യുതി ബന്ധം തകരാറിലാകുന്നത് കാരണം പലപ്പോഴും രാത്രികളിലൊക്കെ ആളുകൾ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇവിടെ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പാലക്കാട് മാത്രമല്ല, മറ്റ് സമീപ ജില്ലകളിലെല്ലാം തന്നെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കടുത്ത ഉഷ്ണതരംഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഇതുപോലെ തന്നെ സൂര്യാഘാതമേറ്റ് പാലക്കാട് മരിച്ചിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നിർജ്ജലീകരണം മൂലം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് മരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്നവർക്ക് വലിയ തോതിൽ തന്നെ ഈ സൂര്യാഘാതമേറ്റ സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് രാത്രികളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി, കഴിഞ്ഞ 2-3 ദിവസമായി 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത്. മുമ്പൊരിക്കൽ 43.7 എന്ന രീതിയിലേക്ക് ഉഷ്ണം ഇത് വന്നിരുന്നു, അതിൻ്റെ കണക്ക് വന്നിരുന്നു. 43.7 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൂടിയിരുന്നു. ഇതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുള്ള, പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് പാലക്കാട്. പക്ഷേ ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കൃത്യമായി തന്നെ ഈ ജില്ലാ ഭരണകൂടം പറയുന്ന മാർഗനിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ സംഘടനകളും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഈ ഇടമഴ ലഭിക്കാതെ, അതായത് കൃത്യമായ ശക്തമായ വേനൽമഴ അടുത്ത 2-3 ദിവസം തുടർച്ചയായി ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് കൂടുതൽ താപത്തിലേക്ക് പോകും, കൂടുതൽ ചുട്ടുപൊള്ളും. ഇപ്പോൾ തന്നെ മണ്ണ് വേവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആളുകൾക്ക് ഒരു 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഒരു 3-4 മണി വരെ ഈ ഒരു അവസ്ഥ തുടരും. രാത്രിയിൽ പോലും 30 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇനിയും താപം വർദ്ധിക്കും. ഒപ്പം തന്നെ അത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം കുഴഞ്ഞു വീണ് 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചതുമായി ഈ കടുത്ത ഉഷ്ണവുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. അതായത് കാലാവസ്ഥാ വിദഗ്ധരും ഉൾപ്പെടെ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പാലക്കാട് ജില്ലയിൽ കുറയാനൊരു പ്രധാന കാരണവും ഇത്തരത്തിലുള്ള കടുത്ത ഉഷ്ണം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ, 1 മണിക്കൂറെങ്കിലും ശക്തമായ ഒരു മഴ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കും പാലക്കാട്ടെ ജനത പോവുക. ശരി, അതാണ്. എന്തായാലും ചൂട് കൂടുകയാണ്. അതിനുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ എടുക്കുകയും വേണം. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞെങ്കിലും കൊല്ലത്ത്